ഹായ് ക്രിച്ചേഴ്സ്, ഞാനിന്ന് റോസറി നമ്മുടെ കൊന്ത ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൊന്ത ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കെട്ടാണ്. അതായത് കൊന്ത ഉണ്ടാക്കുന്നതിൽ നമ്മൾ മുത്തിടുന്നേയും കുരിശിൻ്റെയും ഒരു പ്രശ്നവും ഇല്ല, പക്ഷേ കെട്ടാണ് നമ്മുടെ മെയിൻ. ആദ്യം തന്നെ നമ്മളൊരു നൂലെടുത്തിട്ട് ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കണം. ഈ കെട്ട് നമ്മുടെ പേനയുടെ ഒക്കെ റീഫില്ലർ മുറിച്ചെടുത്ത ഒരു സാധനം വെച്ചാണ് ഈ കെട്ടുന്നത്. ഈ കെട്ട് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ സാധാ കൈവച്ച് കെട്ടിയത് അത്രയും ബലക്കത്തില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ കെട്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ 10 മണി ഇങ്ങനെ കെട്ടിയായിരുന്നു കടോയ്സ്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 50 മണിയാണല്ലോ നമ്മുടെ ജോമാലയുടേത്. അപ്പോൾ 50 എണ്ണം ഇതുപോലെ കെട്ടിട്ട് പിതാവിനും പുത്രനും അങ്ങനെ 10 മണി കൊഴുക്കി പിതാവിനും പുത്രനും അങ്ങനെ 50 എണ്ണം ഇങ്ങനെ ചെയ്തെടുക്കണം. ഈ കെട്ട് ഓരോ സ്ഥലത്തും കൊണ്ട് ഈ കെട്ട് തെറ്റിപ്പോയാൽ പിന്നെ ആ കൊന്ത മൊത്തം വേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ അവസാനത്തെ, അതായത് 50 മണിയും നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നുകൂടെ കെട്ടണം. അവസാനത്തെ ഒരു കെട്ടില്ലേ, ആ ഒരു കെട്ടാണ് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുരിശിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ കെട്ടിക്കഴിഞ്ഞു. കണ്ടോ, അവസാനത്തെ പിതാവിനും പുത്രനുമാണിത്. കണ്ടോ, ഇതാണ് നമ്മുടെ മുഴുവനും കൊന്ത. കണ്ടോ, ഓരോ സ്ഥലത്തും പിതാവിനും പുത്രനും ഉണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് കെട്ടിക്കൊടുക്കാം. അതായത് 2 സൈഡല്ലേ ഇത്, 2 വശത്തിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന രണ്ടും കൂടെ നമുക്ക് കൂട്ടി ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ കൂട്ടി കെട്ടുമ്പോൾ കണ്ടോ, ഈ കെട്ട് പയ്യെ കറക്കി നല്ല ശ്രദ്ധയോടെ നമ്മൾ ടൈറ്റാക്കി എടുക്കണം. ഇപ്പം നമ്മൾ കൂട്ടിക്കെട്ടിതാണ്ട് രണ്ടും ഒരു കൊന്തയുടെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ആ കുരിശ് വെക്കാനുള്ള ആ ഒരു ഭാഗമില്ലേ, ഒരു നേരെ ഒരു വള്ളി, അത് നമ്മൾ വിട്ടിട്ട് ബാക്കിയുള്ള ഇത് നമ്മൾ കെട്ടി ബാക്കിയുള്ള അത് നമ്മൾ അവസാനം കരിച്ച് ഇത് കറണ്ട് വഴി കേസ് കണ്ടോ കെട്ടി. ആ നേരെ കിടക്കുന്നത് നമ്മുടെ കുരിശിന് വേണ്ടിയുള്ള ഇതാണ്. അപ്പുറത്ത് നമ്മൾ വെട്ടും അതിൻ്റെ ഇത് കണ്ടോ, കൊന്ത മൊത്തം റെഡിയായി. ഓക്കെ, ആ ഒരു വലിയ നൂലാണ് നമുക്ക് കുരിശ് കെട്ടാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കുരിശിന് മുമ്പുള്ള ആ ഒരു പിതാവിനും പുത്രനും പിന്നെ നമ്മുടെ 3 ഇതില്ലേ, അതും അത് നമ്മൾ മുത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുരിശ് കയറ്റി അതിന് നമ്മൾ എത്ര സൈസാണോ വേണ്ടത്, കുരിശിൻ്റെ അകലം എത്രയാണോ വേണ്ടത് അവിടെ വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ കെട്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ കെട്ടിക്കൊടുക്കണം. ഈ കുരിശിൻ്റെ നൂല് നമുക്ക് ഇഷ്ടമുള്ള നൂലെടുക്കാം, മുത്തും നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം, പക്ഷെ കെട്ടാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. നമ്മൾ അടിയിൽ കൂടെ ഇതിങ്ങനെ കയറ്റി കൊടുക്കണം. കെട്ട് അറിയാത്തവരും ഉണ്ട്, ഇത് പഠിച്ച് ഉള്ളവരും ഉണ്ട്. കണ്ടോ, ഇനി നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനിയുള്ള ബാക്കി നൂല് നമുക്ക് വെട്ടി കരിക്കാനുള്ളതാണ്. ഇവിടെ ടൈറ്റാക്കി, നല്ല രീതിക്ക് ടൈറ്റാക്കി. ഇതൊരിക്കലും നമ്മൾ നമ്മുടെ സാധാ നമ്മൾ കെട്ടിട്ട് കൊടുക്കരുത്. കണ്ടോ, ഇനി നമ്മൾ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് ഇത് കത്രിക വെച്ച് കട്ട് ചെയ്ത് ആ ഒരു ഭാഗം നമ്മൾ ഉരുക്കി അവിടെ ഒട്ടിച്ചങ്ങ് കൊടുക്കണം. ഒരിക്കലും ഇനി ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ നല്ല രീതിക്ക് അത് കത്തരുത്, കരിയരുത്. നമ്മൾ പയ്യെ ഇങ്ങനെ വെച്ച് നമ്മൾ ഉരുക്കണം. ഉരുക്കി അത് ഒട്ടിച്ചു കൊടുക്കണം. ഉരുക്കി ഒട്ടി അങ്ങനെ നമ്മുടെ 2 സൈഡും നമുക്ക് ചെയ്തെടുക്കണം. ആ കുരിശിൻ്റെ സൈഡും പിന്നെ നമ്മുടെ 50 മണിയുടെ അവസാനിക്കുന്ന ആ ഒരു സൈഡും ഉണ്ട്, 2 സൈഡുണ്ട്. അത് രണ്ടും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ആണ്ടേ, ഇപ്പോഴാണ് നമ്മുടെ കൊന്ത നമുക്ക് തയ്യാറായി കിട്ടുന്നത്. നമുക്ക് ഇത്രയും കൊന്ത ചെയ്യാനുണ്ടായിരുന്നു. ഇത്രയും കൊന്ത നമ്മൾ ചെയ്തു. കണ്ടോ, 2 കളറുണ്ട്, നീലയും പിങ്കും ഉണ്ട്. ഇതാണ് പിങ്കാണ് നമ്മൾ ചെയ്തത്. ഇതാണ് നമ്മൾ ചെയ്ത കൊന്ത. ബാക്കിയെല്ലാം മുമ്പേ ചെയ്ത് വെച്ചതാണ്. ഇതാണ് അതിന് ഉപയോഗിക്കുന്ന 2 മുത്തുകൾ. ഇത് കടയിൽ നിന്ന് ഇഷ്ടമുള്ള കളറിൽ നോക്കി മുത്ത് മേടിക്കാം. കണ്ടോ, ഈ ഒരു റീഫില്ലർ വെച്ചാണ് നമ്മൾ ആ ഒരു കെട്ടുന്നത്.
റീഫില്ലർ നമ്മുടെ പേനയുടെ അകത്തുനിന്ന് ഇത് പേനയുടെ അകത്തുനിന്ന് മുറിച്ചെടുത്തതാണ്. വേറെ റീഫില്ലർ ഉണ്ടെങ്കിൽ അത് മതി. ഇതാണ് ഇതിന് ഉപയോഗിക്കുന്ന കുരിശ്. നമ്മുടെ ഇരുമ്പിൻ്റെ മേടിക്കുന്ന കുരിശാണ്. ഞാൻ പറഞ്ഞില്ല, ഇഷ്ടമുള്ള നൂല് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന നൂല്. ഇത് നല്ല ബ്ലൂ കളറിലെ ഒരു നൂലാണ്. ഇത് പിങ്ക് കളറിലെ നൂല്. കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം.